ഇറാനെ ഇപ്പോൾ നശിപ്പിക്കാമെന്ന തെറ്റായ കണക്കുകൂട്ടലോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കെട്ടിപ്പടക്കുന്ന തന്ത്രങ്ങളെല്ലാം എട്ടുനിലയിൽ പൊട്ടിപ്പോവുകയാണോ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. നയതന്ത്രത്തിന്റെ പാതകൾ കൊട്ടിയടച്ച് ഇറാന്റെ ഭരണകൂടത്തെ വേരറുക്കാൻ ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുന്ന കിൽ ഓർഡർ പദ്ധതികൾ വെറും പകൽ കിനാവുകളായി മാത്രമാണെന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു പുതിയ യുദ്ധകഥയിലെ ഏറ്റവും ക്രൂരമായ അധ്യായം ഇറാന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ നെടും തൂണായ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും അദ്ദേഹത്തിന്റെ പിൻഗാമിയുമായി പരിഗണിക്കപ്പെടുന്ന മകൻ മൊജത്തബ ഖമേനിയും ലക്ഷ്യം വെച്ചുള്ള അതീവ രഹസ്യമായ സൈനിക നീക്കങ്ങളാണ്. അധികാരത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളെ നേരിട്ട് വെട്ടിനിരത്തി വിപ്ലവത്തിന്റെ അന്ത്യം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ ഡെസിപ്പിറ്റേഷൻ സ്ട്രൈക്ക് യാഥാർത്ഥ്യത്തിൽ ഇറാന്റെ പരമ അധികാരത്തിനും ഒരു ജനതയുടെ ആത്മാഭിമാനത്തിനും നേരെയുള്ള പച്ചയായ വെല്ലുവിളിയാണ്. ജനറൽ ഹാസിം സുലൈമാനിയെ അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി ചതിയിലൂടെ വധിച്ചതുപോലെ ഇറാന്റെ നട്ടെല്ലായ നേതൃത്വത്തെ ഇല്ലാതാക്കിയാൽ രാജ്യം തകരുമെന്നും അവിടെ ഒരു വിനീത വിധേയനായ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാമെന്ന് അമേരിക്ക കണക്ക് കൂട്ടുന്നത്. എന്നാൽ ഇറാൻ ഈ ഭീഷണികളെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. നേതാവിനെതിരെ ഉണ്ടാകുന്ന ഏതു നീക്കവും ഒരു വിശുദ്ധ യുദ്ധത്തിനുള്ള ആഹ്വാനമായിട്ടായിരിക്കും രാജ്യം കാണുക. അത് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സാന്നിധ്യത്തിന്റെ അന്ത്യമായിരിക്കുമെന്നും ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകുന്നു. കേവലം വ്യക്തികളെയല്ല, മറിച്ച് വിപ്ലവകരമായ ഒരു പ്രത്യയശാസ്ത്രത്തെയാണ് തങ്ങൾ നയിക്കുന്നതെന്നും നേതൃത്വത്തിന് നേരെയുള്ള നേരിയ പോറലുകൾ പോലും കിങ് ദി ഫോഴ്സ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ അതിശക്തമായ പ്രത്യാക്രമണത്തിന് വഴിമരുന്നിടുന്നു എന്നും ഇറാൻ പ്രഖ്യാപിക്കുന്നു. ശത്രുവിന്റെ ഇത്തരം തിരക്കഥകൾ ഭരണകൂടത്തെ തളർത്തുന്നതിന് പകരം ജനങ്ങളെ ഒന്നിപ്പിക്കുവാനും സാമ്രാജ്യത്വ വിരുദ്ധ വികാരം പശ്ചിമേഷ്യയിലുടനീളം ആളിപ്പടർത്താനുമാണ് സഹായിക്കുന്നത്. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ അസ്തിത്വ ഭീഷണിയായി ഇതിനെ ചിലർ കാണുന്നുണ്ട്. എന്നാൽ ഇറാന്റെ ഓരോ തരി മണ്ണും സാമ്രാജ്യത്തോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിന്റെ സത്യമാണെന്നും വൈറ്റ് ഹൗസ് മറന്നുപോകുന്നു. ആക്സിസോയ്സ് പോലുള്ള മാധ്യമങ്ങൾ ട്രംപിന്റെ ആണവ കേന്ദ്രങ്ങളെ വെണ്ണീറാക്കുവാനുള്ള ഉത്തരവ് ഇറാന്റെ അചഞ്ചലമായ കരുത്തിനു മുന്നിൽ വഴിമാറേണ്ടി വരും എന്ന ഉറപ്പുകൂടി നൽകുന്നു. അമേരിക്ക ഒരു ടോട്ടൽ വാർ സ്ട്രാറ്റജിയാണ് ആവിഷ്കരിക്കുന്നത് എങ്കിൽ ഇറാൻ ഒരുക്കുന്നത് ശത്രുവിനെ പേർഷ്യൻ കടലിന്റെ ആഴങ്ങളിൽ ശവപ്പറമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്ന ടോട്ടൽ ഡിഫൻസ് സ്ട്രാറ്റജിയാണ്. ഇറാന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളെ തകർക്കാൻ പെന്റഗൺ അതിനൂതന സൈബർ ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇറാന്റെ കരുത്തരായ സൈബർ വിംഗ് അമേരിക്കൻ സിസ്റ്റങ്ങളെ നിശ്ചലമാക്കാൻ കെൽപ്പുള്ള കൃത്യമായ മറുമരുന്നുകളുമായി ഏതു വെല്ലുവിളിയും നേരിടാൻ തയ്യാറായി കഴിഞ്ഞു. IRGC കമാൻഡർമാരെ ഓരോരുത്തരെയായി വേട്ടയാടി വധിച്ചുകൊണ്ട് രാജ്യത്തിന്റെ മനോവീര്യം തകർക്കാമെന്നത് അമേരിക്കയുടെ കേവലമായൊരു വ്യാമോഹം മാത്രമാണ്. ഹാസിം സുലൈമാനിയുടെ രക്തസാക്ഷിത്വം നൽകിയ ഊർജം ഇറാന്റെ സിരകളിൽ ഇപ്പോഴും ജലിക്കുന്നുണ്ട്. അവിടെ ഓരോ രക്തസാക്ഷിയും ഇറാന്റെ മണ്ണിൽ 1000 പുതിയ പോരാളികളെയാണ് സൃഷ്ടിക്കുന്നത്. ലോകത്തിന്റെ ഏറ്റവും വലിയ ബങ്കർ ബസ്റ്റ് ബോംബുകളെ പോലും തടയാൻ ശേഷിയുള്ള ഇറാന്റെ മിസൈൽ നഗരങ്ങൾ തങ്ങളുടെ ആയുധപ്പുരകളല്ല, മറിച്ച് അധിനിവേശ ശക്തികൾക്കുള്ള അന്ത്യകുദാശ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രതിരോധ കോട്ടകളാണ്. ഇറാന്റെ എണ്ണ കയറ്റുമതി തടഞ്ഞും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ അമിത നികുതി ചുമത്തിയും എക്കണോമിക് വാർഫെയർ നടത്താൻ അമേരിക്കൻ പദ്ധതിയിടുന്നു. ലോകത്തിന്റെ ഊർജ്ജ സിരയായ ഹോർമുസ് കടലിടുക്ക് ഒരു നിമിഷം കൊണ്ട് നിശ്ചലമാക്കാൻ ഇറാന് സാധിക്കും. അമേരിക്കൻ വിപണിയിലെ താരിഫ് ഭീഷണികളേക്കാൾ മാരകമായിരിക്കും ആഗോള വിപണിയിലെ എണ്ണ കുതിച്ചുയരുന്നത് കൊണ്ടാണുള്ള പ്രത്യാഘാതം. നദാൻസ്, ഫോർലാറ്റ് തുടങ്ങിയ ഭൂഗർഭ കേന്ദ്രങ്ങളെ തകർക്കാൻ ബങ്കർ ബസ്റ്റ് ബോംബുകൾ അയക്കുന്നവർക്ക് മലനിരകൾക്കുള്ളിൽ നിന്നും കിലോമീറ്ററുകൾ നീളമുള്ള മിസൈൽ സിറ്റികളിൽ നിന്നും ആയിരക്കണക്കിന് മിസൈലുകൾ ഒരേ സമയം വിക്ഷേപിക്കപ്പെടുന്നു. എന്തായാലും അമേരിക്കയുടെ കിൽ ഓർഡറിന് ഇറാൻ നൽകുന്ന മറുപടി സൈനിക സ്ഥാനങ്ങളിൽ നിന്നുള്ള വെറും വാക്കുകളല്ല, മറിച്ച് ശത്രുവിന്റെ ചിന്താശേഷിയെ പോലും മരവിപ്പിക്കുന്ന പ്രായോഗിക സന്നാഹങ്ങളാണ്. ലോകത്തെ ഏത് മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള ഫത്താഖ് ഹൈപ്പർസോണിക് മിസൈലുകളും ശത്രുവിന്റെ കണ്ണു വെടിച്ച് കൃത്യമായ പ്രഹരമേൽപ്പിക്കുന്ന ഡ്രോൺ വ്യൂഹങ്ങളും ഇറാന്റെ പക്കലുണ്ട് എന്ന കാര്യം അമേരിക്ക വിസ്മരിക്കരുത്.